മാലുവും. മനോഹരമായ ഒരു കാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവരിൽ ഒരാളായിരുന്നു മിക്കു എന്ന കുരങ്ങൻ. അവൻ വളരെ ചെറുതാണെങ്കിലും നല്ല കുസൃതിക്കാരനായിരുന്നു. മരങ്ങൾ തോറും ചാടാനും തന്റെ കഴിവുകൾ മറ്റുള്ളവരെ കാണിക്കാനും അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഈ കാട്ടിലെ മികച്ച മരം കയറ്റക്കാരൻ ഞാനാണ്, മിക്കു അഭിമാനത്തോടെ പറയുമായിരുന്നു. അവിടെ തന്നെയായിരുന്നു മാലു എന്ന ജിറാഫും താമസിച്ചിരുന്നത്. അവൾ വളരെ ഉയരമുള്ളവളും ദയുള്ളവളുമായിരുന്നു. മാലു മരങ്ങളുടെ മുകളിൽ നിന്ന് ഇലകൾ തിന്നുകൊണ്ട് ശാന്തമായി സമയം ചിലവഴിച്ചു. മിക്കു പലപ്പോഴും അവളെ കളിയാക്കുമായിരുന്നു. ഒരു ദിവസം കാട്ടിൽ ശക്തമായ കാറ്റ് വീശി. പെട്ടെന്ന് ഒരു കുഞ്ഞു പക്ഷി കരയാൻ തുടങ്ങി. കാറ്റിൽ അവളുടെ കൂടും പ്രിയപ്പെട്ട മുട്ടകളും ഉയരമുള്ള പാറക്കെട്ടിന് മുകളിൽ തെറിച്ചുപോയി. എല്ലാ മൃഗങ്ങളും ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ മിക്കു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വന്നു. പേടിക്കണ്ട, ഞാനാണ് ഏറ്റവും വലിയ മരം കയറ്റക്കാരൻ. ഞാൻ തന്നെ അതെടുത്തു കൊണ്ടുവരും. മിക്കു പാറക്കെട്ടിൽ കയറാൻ ശ്രമിച്ചു. പക്ഷേ അവിടുത്തെ കല്ലുകൾ ഇളകിയതും വഴുക്കുന്നതുമായിരുന്നു. അവൻ താഴെ വീഴാൻ പോയി. അയ്യോ, എനിക്കിതിന് കഴിയില്ല, ഇത് വളരെ ഉയരെയാണ്. ഇത് കണ്ടു നിന്ന കുഞ്ഞു പക്ഷി ആനച്ചേട്ടനോട് സങ്കടം പറഞ്ഞ് കരഞ്ഞു. ആ സമയം മാലു മുന്നോട്ട് വന്നു. അവൾ ശാന്തമായി തന്റെ നീണ്ട കഴുത്ത് നീട്ടി പക്ഷിക്കൂട് പതുക്കെ എടുത്ത് അത് മരത്തിൽ സുരക്ഷിതമായി വെച്ചു. കുഞ്ഞു പക്ഷിക്ക് സന്തോഷമായി. അവൾ മാലുവിന് നന്ദി പറഞ്ഞു. മിക്കു നാണം കെട്ട് തല താഴ്ത്തി. മാലു അവനോട് മൃദുവായി പറഞ്ഞു, ആത്മപ്രശംസയിൽ ഒരു കാര്യവുമില്ല, പ്രവർത്തിച്ചു കാണിക്കുന്നതിലാണ് വിജയം. അന്നു മുതൽ മിക്കു വീരവാദം പറയുന്നത് അവസാനിപ്പിക്കുകയും വിനയത്തോടെ പെരുമാറാൻ പഠിക്കുകയും ചെയ്തു. ഇതിന്റെ ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? സ്വന്തം കഴിവിൽ അമിതമായി അഹങ്കരിച്ചാൽ ചിലപ്പോൾ പരാജയം സംഭവിക്കാം. ഈ കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.